ഹലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഹോളി വീക്ക് ആചരിക്കായിരുന്നില്ലേ? ഈ വർഷത്തെ ഹോളി വീക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കൊച്ചിൻ്റെ ആദ്യത്തെ ഈസ്റ്റർ വരവേൽപ്പായിരുന്നു. നീണ്ട 50 ദിവസത്തെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അങ്ങനെ കുരുത്തോല തിരുനാൾ മുതൽ ഇന്ന് ഈസ്റ്റർ വരെ ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുരിശോലയൊക്കെ വാങ്ങി ഹോളി വീക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വന്നത് പെസഹ തിരുനാളായിരുന്നു. ഈവനിങ് ആയപ്പോൾ പള്ളിയിലേക്ക് പോന്നു. അവിടെ പെസഹ തിരുനാളിൻ്റെ ശുശ്രൂഷകളൊക്കെ അടിപൊളിയാക്കി. ഇത്തവണത്തെ പെസഹായ്ക്ക് പള്ളിയിൽ പ്രതീക്ഷിച്ചതിൽ ഏറെ ആളുണ്ടായിരുന്നു കേട്ടോ. എന്താ എല്ലാവരും പള്ളിയുടെ പുറത്തിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നതെന്നല്ലേ? പള്ളിയിൽ അപ്പം മുറിക്കൽ കഴിഞ്ഞ പാടെ യൂത്തിൻ്റെയും പിതൃവേദിയുടെയും വക നല്ല ഒരു അടിപൊളി അന്ത്യാത്താഴത്തിൻ്റെ ടാബിളും ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? കണ്ടാ തോന്നില്ലെങ്കിലും ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒറിജിനൽ ആണേ. ഇതെല്ലാം കഴിഞ്ഞ് ഇൻട്രിയപ്പവും ഈശോപ്പാലും കുടിക്കണല്ലോ. നല്ല തിരക്കായോണ്ട് തന്നെ ഇൻട്രിയപ്പവും പാലും കഷ്ടിച്ച് തികഞ്ഞു എന്ന് പറയാം. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അപ്പം മുറിക്കലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. പിന്നെ മെല്ലെ ചാച്ചിയും അമ്മയും കൂടി ഞങ്ങൾക്ക് അപ്പം എല്ലാം മുറിച്ചു തരുമായിരുന്നു. അപ്പവും പാലും എല്ലാം ഞങ്ങൾ കുടിച്ചു. പിന്നെ എല്ലാവരും കൊച്ചിന് ഇച്ചിരി അപ്പവും പാലും കൊടുക്കണ്ടേ? ഈശോ അപ്പവും പാലും ഈ വർഷത്തെ ആദ്യത്തേതാണല്ലോ കൊച്ചിന്. അതുകൊണ്ട് എല്ലാവരും കൊച്ചിന് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം മുറിക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുഡ് ഫ്രൈഡേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. ഇത്തവണത്തെ കുരിശിന്റെ വഴിയും ലൈവാണ് കേട്ടോ. ഈശോയും പടയാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഈശോ ഞങ്ങളുടെ അനിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ചാച്ചയ്ക്കും അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കുരിശിന്റെ വഴിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് ഈശോയെ വന്ന് മുത്തി. എല്ലാം കഴിഞ്ഞ് കഞ്ഞിയും പയറും കഴിച്ചു. ദുഃഖ ശനിയാഴ്ച ഞങ്ങൾ പുത്തൻ തിരിയും പുത്തൻ വെള്ളവും വാങ്ങി ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഈസ്റ്ററായി. ഇന്ന് ലൈവായിട്ട് ഈശോയുടെ ഉയർപ്പ് യൂത്ത് പിള്ളേർ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അനിയനാണ് ഈശോയായിട്ട് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ പുറകിൽ പടക്കം പൊട്ടുമ്പോൾ ഉള്ളിലൊരു തീയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈസ്റ്ററിന് മെയിൻ ആയിട്ടുള്ളതാണല്ലോ ഈസ്റ്റർ മുട്ട. ഈസ്റ്റർ മുട്ടയൊക്കെ വാങ്ങി എല്ലാവരുമായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ പിള്ളേർ അവിടെ പെർഫോമൻസിന്റെ ബാക്കി തീയും പുകയൊക്കെ ഊതി കളിക്കുന്നത് കണ്ടത്. പിന്നെ കുറച്ചു നേരം അതും നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയും മീനും ഒക്കെ കൂട്ടി കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ ശരി കേട്ടോ, എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ.